എല്ലാ ജീവൻ പ്രേക്ഷകർക്കും അൽ ബലാഗിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. ജോർദാനിലെ കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹ. അമ്മാനിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരെയാണിത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്നും കൃത്യം അരമണിക്കൂർ യാത്ര ചെയ്തപ്പോൾ പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾക്കവിടെ എത്തിച്ചേരാനായി. ഇന്നും ഏതാണ്ട് വിജനമായി കിടക്കുന്ന ജനവാസമില്ലാത്ത ഒരു മലയാണത്. മലയുടെ താഴെ വാഹനം നിർത്തി ഞങ്ങൾ മുകളിലേക്ക് കയറുകയുണ്ടായി. റഖീം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പരിശുദ്ധ ഖുർആനിലും ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ജനവാസമില്ലാതെ വിജനമായി കിടക്കുന്ന ആ മലയുടെ മുകളിൽ, ആ കുന്നിൻ്റെ മുകളിൽ മനോഹരമായൊരു പള്ളിയുണ്ട്. മസ്ജിദു അസ്ഹാബിൽ കഹ്ഫ്, ഗുഹാവാസികളായ യുവാക്കളുടെ പള്ളി എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പള്ളിയുടെ വലതുഭാഗത്തായി ഭൂമിയുടെ അന്തർഭാഗത്ത് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയാണ് ചരിത്ര സംഭവം നടന്ന അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വന്ന കാലത്ത് പ്രവാചകനെ മുട്ടുകുത്തിക്കുന്നതിനുള്ള ഏതാനും ചോദ്യങ്ങൾ അന്വേഷിച്ച് ഖുറൈശികൾ നളറത്ത് ബിൻ ഹാരിസ്, ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് എന്നീ 2 പേരെ യഹൂദികളുടെ അടുക്കലേക്ക് അയക്കുകയുണ്ടായി. ജൂത പണ്ഡിതന്മാർ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഗുഹാവാസികളായ ചെറുപ്പക്കാരെക്കുറിച്ച് മുഹമ്മദിനോട് ചോദിക്കുക. കൃത്യമായി അതിന് അദ്ദേഹം ആൻസർ തരുന്നുണ്ടെങ്കിൽ അദ്ദേഹം സത്യപ്രവാചകനാണ്. അതിന് കഴിയുന്നില്ലെങ്കിൽ അയാൾ വ്യാജനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അവരിരുവരും മടങ്ങി വന്ന് ഖുറൈശി നേതാക്കൾ പ്രവാചകനെ സമീപിച്ച് ഗുഹാവാസികളെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. മഹാനായ പ്രവാചകനാകട്ടെ അള്ളാഹുവിൽ നിന്നും വഹീ ലഭിക്കും, ദിവ്യബോധനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അതേക്കുറിച്ച് നാളെ നിങ്ങൾക്ക് മറുപടി തരാം എന്നവരോട് പറഞ്ഞു വിട്ടു. പക്ഷേ അത്ഭുതം, പിന്നീട് 15 ദിവസത്തേക്ക് വഹീ ഉണ്ടായില്ല, ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല, ദിവ്യബോധനം ഉണ്ടായില്ല. ഖുറൈശികൾ പ്രവാചകനെയും മുസ്ലിങ്ങളെയും ശരിക്കും പരിഹസിക്കാൻ ആരംഭിച്ചു. പ്രവാചകനും മുസ്ലിങ്ങളും ശരിക്കും വിഷമിച്ചു. 16-ാമത്തെ ദിവസം സൂറത്തുൽ കഹ്ഫിലെ ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ മുന്നിൽ അവതരിച്ചു. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. നബിയെ, നാളെ ഒരു കാര്യം ചെയ്യാമെന്ന് ഇൻഷാ അല്ലാഹ് ചേർക്കാതെ താങ്കൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. വഹീ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാചകൻ നാളെ മറുപടി പറയാമെന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് പറയാൻ അവിടെ നിന്ന് വിട്ടുപോയി. അള്ളാഹു അതിൻ്റെ പേരിൽ 15 ദിവസം വഹീ അവതരിപ്പിച്ചില്ല. മുസ്ലിം ഉമ്മത്തിന് ഒരു താക്കീതും ഗുണപാഠവുമാണ് ഈ ആയത്ത്. ഏതെങ്കിലും ഒരു കാര്യം ഭാവിയിൽ ഞാൻ ചെയ്യുമെന്ന് ഇൻഷാ അല്ലാഹ് ചേർത്തല്ലാതെ പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കാതെ വരും, സാധിക്കാതെ വരും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫ് പ്രവാചകന് ഇതോടനുബന്ധിച്ചാണ് അവതരിപ്പിച്ചത്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം. അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികളായ യുവാക്കളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായമാണത്. ഈ അധ്യായം എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്താണ്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്ന വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകുന്നതല്ല, ശത്രുക്കളുടെ ശല്യവും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 വചനങ്ങൾ ആരെങ്കിലും കാണാതെ പഠിച്ച് പതിവാക്കിയാൽ ദജ്ജാലിൻ്റെ ഉപദ്രവം പോലും അവർക്കുണ്ടാകുന്നതല്ല. ദജ്ജാലിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ
ഏറ്റവും വലിയ ശക്തിയും ശത്രുവുമാണ് ദജ്ജാൽ. അപ്പോൾ സാധാരണ ശത്രുക്കളുടെ ശല്യം പോലും ഉണ്ടാകുന്നതല്ല. മഹാനായ പ്രവാചകന് സൂറത്തുൽ കഹ്ഫ് അവതരിച്ചു. ആ സൂറത്തുൽ കഹ്ഫിലൂടെ ഖുറൈശികളുടെ ചോദ്യം, ഗുഹാവാസികൾക്കുള്ള വ്യക്തമായ മറുപടി പ്രവാചകൻ പറഞ്ഞുകൊടുത്തു. ചരിത്ര സംഭവമാണ്. ജോർദാനിൽ ഞങ്ങൾ ആ സ്ഥലം വിശദമായി സന്ദർശിക്കുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതിൻ്റെ വിശദീകരണം നമുക്ക് പറയാം. ഗൃഹാന്തരീക്ഷത്തിൽ രുചിഭേദത്തിന്റെ നിറവ്, കുടുംബസമേതം ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം ഞങ്ങളുടെ പാചക വിദഗ്ധർ ഒരുക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതിനും അംവാജ് റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ. കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, ഇൻഫ്രാ റെന്റ് എ കാർ, അൽമാലിക്ക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, വാഥാലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ, അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL, ദോഹ, ഖത്തർ. അസ്സലാമു അലൈക്കും. എടപ്പാളിലെ ഗോൾഡൻ ടവർ AC ഓഡിറ്റോറിയം നൽകുന്ന ഒന്നാം സമ്മാനാർഹമായ കത്താണ് ഈ ആഴ്ചയിൽ ആദ്യമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കത്തെഴുതിയിരിക്കുന്നത് ഇ. അബ്ദുൽ ഹമീദ് സൈഡ്, ഫോർട്ട് കൊച്ചി. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ എത്ര അകലെ കൂടിയാണ് നടക്കേണ്ടത്? നമസ്കരിക്കുന്ന ആളുടെ മുന്നിൽ ഒരു മറയുണ്ടായിരിക്കണമെന്നും അങ്ങനെയുള്ള നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടന്നു പോകാൻ പാടില്ലെന്നും നടന്നു പോയാൽ തടയാമെന്നുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ മറ എത്ര ദൂരെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം, ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ അബ്ദുൽ ഹമീദ് സേട്ടിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാവരും ഇക്കാര്യം ശരിക്കും മനസ്സിലാക്കിയിരിക്കുക. അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ മുന്നിൽ 3 മുഴം സലാസത്തു അസുറുഇൻ അകലത്തിൽ ഒരു മറ വെച്ചിരിക്കണം. മറയോ തൂണോ അതിൻ്റെ പിന്നിൽ നിന്ന് മാത്രമേ നമസ്കരിക്കാവൂ. നമസ്കരിക്കുന്ന ആളും ഈ മറയും തമ്മിൽ 3 മുഴം അകലമുണ്ടായിരിക്കണം. മറയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മുഴത്തിൻ്റെ 1/2 ഏതാണ്ട് ഒരു മുഴത്തോളമെങ്കിലും ഉയരമുണ്ടായിരിക്കുകയും വേണം. ഇങ്ങനെ മറ വച്ച് നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടക്കൽ വലിയ തെറ്റാണ്. ഒരാൾ നടന്നാൽ അയാളെ തടയാം. അയാൾ എന്നിട്ടും പ്രതികരിച്ചാൽ അയാളെ കൊല്ലുക വേണമെങ്കിലും ചെയ്യാമെന്ന് വരെയാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. അത്ര കർശനമാണ്. പക്ഷേ മറ വയ്ക്കാൻ സൗകര്യമുണ്ടായിട്ടും മറ വയ്ക്കാതെ ഒരാൾ നമസ്കരിച്ചാൽ അയാളുടെ 3 മുഴം അകത്തുകൂടി പോകുന്നതിന് തടയാനും പാടില്ല, പോകുന്നതിന് കുഴപ്പവുമില്ല. ചില ആളുകൾ വഴിയിൽ കയറി നമസ്കരിക്കുന്ന കാണാം. വേറെ മാർഗമില്ല ജനങ്ങൾക്ക് പോകാൻ. മറ്റ് സൗകര്യമുള്ളതിനോടൊപ്പം വഴിയിൽ കയറി ആരെങ്കിലും നമസ്കരിച്ചാൽ അവരുടെ മുന്നിലൂടെയും നടക്കാം. ചുരുക്കത്തിൽ 3 മുഴം അകലത്തിൽ മറയുണ്ടായിരിക്കണം. മറ ഏതാണ്ട് 1 മുഴത്തോളം ഉയരമെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ മറ വെച്ച് നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. അള്ളാഹു സൂക്ഷിക്കാൻ തൗഫീക്ക് നൽകട്ടെ. കണ്ണൂർ ഷെരീഫ ട്രാവൽസ് നൽകുന്ന 3ാം സമ്മാനാർഹമായ ചോദ്യമാണ് അടുത്തത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് റുഫ്സ ബാനു മട്ടന്നൂരിൽ നിന്നാണ്. രക്തദാനം ചെയ്യുന്നവർ തമ്മിൽ വിവാഹബന്ധം അനുവദനീയമാണോ? മുലകുടി ബന്ധം പോലെ ഇത് പരിഗണിക്കാമോ? മുലകുടി ബന്ധം, പാൽകുടി ബന്ധമുണ്ടായാൽ അവർ തമ്മിൽ വിവാഹം കഴിക്കൽ ഹറാമാണ്. സഹോദരിയുടെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. രക്തം ദാനം ചെയ്തവർ തമ്മിൽ ഇതുപോലെ വിവാഹം കഴിക്കാമോ? കാരണം ഒരേ രക്തമാണല്ലോ 2 ശരീരത്തും ഓടുക. കുഴപ്പമില്ല. പാൽകുടി ബന്ധം പോലെ രക്തദാന ബന്ധം നിലനിൽക്കുന്നില്ല. മുലകുടി ബന്ധം നിലനിൽക്കുന്നത് തന്നെ 2 വയസ്സിനുള്ളിലായിരിക്കണം. ഇത്ര അളവെങ്കിലും പാൽ കുടിച്ചിരിക്കണം എന്നൊക്കെ നിബന്ധനയുണ്ട്. രക്തദാനത്തിൽ ആ പ്രശ്നമില്ല. അതുകൊണ്ട് രക്തദാനം നടത്തിയവർ തമ്മിൽ, രക്തം സ്വീകരിച്ചവരും കൊടുത്തവരും തമ്മിൽ
വിവാഹിതരാകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ആമിന സിദ്ദീഖ് കിള്ളിമംഗലത്ത് നിന്നും ചോദിക്കുന്നു, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാലുകൊണ്ട് പായയും മുസല്ലയും ശരിയാക്കുന്നത് അദബുകേടല്ലേ? അതൊന്നും അത്ര കുഴപ്പമുള്ള കാര്യമല്ല. കഴിയുമെങ്കിൽ കൈകൊണ്ട് തന്നെ ഒതുക്കി വെക്കലും മടക്കി വെക്കലുമാണ് നല്ലത്. എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ കാലുപയോഗിച്ച് മടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊന്നും അത്ര വലിയ അദബുകേടായി പരിഗണിക്കേണ്ടതുമില്ല. നമസ്കാരത്തിൽ 3-ൽ കൂടുതൽ അനക്കങ്ങൾ പാടില്ലല്ലോ. എന്നാൽ തസ്ബീഹ് നമസ്കാരത്തിൽ വിരൽ കൊണ്ട് എണ്ണം പിടിക്കുമ്പോൾ അനക്കം ഉണ്ടാവുകയില്ലേ? ഒരു സഹോദരി ചങ്ങനാശ്ശേരിയിൽ നിന്നും. നമസ്കരിക്കുന്ന വ്യക്തി 3 അനക്കങ്ങളിൽ ചലനങ്ങളിൽ കൂടുതൽ ഉണ്ടാവരുത്. ഉണ്ടായാൽ നമസ്കാരം ബാത്തിലാണ്. പക്ഷേ തസ്ബീഹ് നമസ്കാരത്തിൽ എണ്ണം പിടിക്കാം. എണ്ണം പിടിക്കുമ്പോൾ വലിയ അനക്കം പാടില്ല, ചെറിയ തോതിൽ എണ്ണം പിടിക്കുക. ശക്തിയിൽ വിരൽ മടക്കി എണ്ണം പിടിക്കാൻ പാടില്ല. ചെറിയ അനക്കത്തിലൂടെ എണ്ണം പിടിക്കുന്നതുകൊണ്ട് അത് അനക്കമായി ചലനമായി പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് നമസ്കാരത്തിന് കുഴപ്പവുമില്ല. ഹബീബ പെരിന്തൽമണ്ണയിൽ നിന്നും, മരിച്ച വ്യക്തിയുടെ നമസ്കാരം ബന്ധുക്കൾക്ക് ഖളാ വീട്ടാമോ? നമ്മൾ പലതവണ ഈ പ്രോഗ്രാമിലൂടെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. എന്നാലും ഒരിക്കൽ കൂടി പറയാം. നമസ്കാരം ഖളാ ഉണ്ടായിരിക്കെ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിൻ്റെ പ്രതിഫലം മരിച്ച മയ്യത്തിന് കിട്ടും. പക്ഷേ മയ്യത്തിൻ്റെ കടമ അതുകൊണ്ട് നിറവേറപ്പെടുന്നതല്ല. 5 നേരം നമസ്കരിക്കുക എന്നുള്ളത് മുസൽമാൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത വേറൊരാൾ നമസ്കരിച്ചുകൊണ്ട് ഒഴിവാകുന്നില്ല, ശിക്ഷ കുറയുന്നില്ല. പിന്നെ ബന്ധുക്കൾ നമസ്കരിച്ചാൽ, ഖുർആൻ ഓതിയാൽ, സദഖ ചെയ്താൽ, ദുആ ചെയ്താലൊക്കെ മയ്യത്തിന് കൂലി കിട്ടും. അതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ആരെങ്കിലും നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത്. ബയോഗ്യാസ് ഉപയോഗിക്കൽ അനുവദനീയമാണോ? ജമീല ലത്തീഫ് കൈവേളിക്കകം. ബയോഗ്യാസ്, ചാണകം, അതുപോലെ തന്നെ മാലിന്യ വസ്തുക്കൾ, നജീസുകൾ ഒക്കെ ചേർന്നിട്ടാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് അതുമൂലമുണ്ടാകുന്ന ഗ്യാസ് ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുക, വിളക്കുകൾ കത്തിക്കുക പോലുള്ളത് ചെയ്യാമോ എന്നാണ് ചോദ്യം. തീർച്ചയായും ന്യായമായ സംശയമാണ്. പക്ഷേ ഈ ചാണകം അല്ലെങ്കിൽ മാലിന്യങ്ങൾ, നജീസുകൾ അത് ദ്രവിച്ച് ഒരു പ്രത്യേക രീതിയിൽ മറ്റൊരു വസ്തുവായി രൂപാന്തരപ്പെടുകയാണ്. ഗ്യാസായി, എനർജിയായി രൂപാന്തരപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഹുക്കുമ വിധി നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ബയോഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുകയോ വിളക്കുകൾ തെളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അബ്ദുൽ കരീം കൂട്ടുപാതിൽ നിന്നാണ് അടുത്ത ചോദ്യം. പല ഇമാമുമാരും മഗ്രിബിന് ശേഷം ദിക്ർ സ്വലാത്തുകൾ ചൊല്ലിക്കാണുന്നില്ല. മറ്റു നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്നുമുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, 4 നമസ്കാരങ്ങളും കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിന് കുറേയേറെ സമയമുണ്ട്. മഗ്രിബ് കഴിഞ്ഞ് ഇശായിക്ക് സമയം വളരെ കുറവാണ്. അതിനും പുറമെ സന്ധ്യാസമയത്ത് ജനങ്ങൾ നൂറുകൂട്ടം പ്രശ്നങ്ങളിലും തിരക്കുകളിലുമായിരിക്കും. കച്ചവടക്കാരും അതുപോലുള്ള ആളുകളുമൊക്കെ വളരെ തിരക്കിലായിരിക്കും. സത്യത്തിൽ മഗ്രിബിന് ശേഷവും മറ്റ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതുപോലെ ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലേണ്ടതാണ്. പക്ഷേ അത് ഈ തിരക്കായതുകൊണ്ടും ഇശാ മഗ്രിബിനിടയ്ക്ക് സമയം കുറവായതുകൊണ്ടും പല ഇമാമുകളും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യേണ്ടതാണ്, ചെയ്യൽ നല്ലതാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കത്തുകളിലേക്ക് തിരിച്ചു വരാം. ഡ്രീംസ് ഫോൺ കമ്പനി, ദോഹ, ഖത്തർ. ഉന്നത ഗുണനിലവാരമുള്ള ബ്രാൻഡഡ് മൊബൈൽ ഫോണുകളുടെ വിപണന ശൃംഖല, 40-ൽ പരം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. ഉന്നത ഗുണമേന്മയുടെ ഉപഭോക്താവാൻ വിൽപ്പനാനന്തര സേവനം അനുഭവിച്ചറിയുവിൻ. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം. ഡ്രീംസ് ഫോൺ കമ്പനി. കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, അംവാജ് ഹോട്ടൽ, ഇൻഫ്രാ റെന്റ് എ കാർ, അൽ മാലിക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. ഞങ്ങൾക്ക് വീട് പണിയാൻ ആലോചിക്കുമ്പോൾ
ഒരു രൂപ പോലും ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നില്ല. എന്നാൽ ഉസ്താദ് പറഞ്ഞു തന്ന ദുആ ഓതി ഞങ്ങളുടെ പഴയ വീട് പൊളിച്ച് പുതിയ വീട് പണിത വിവരം അറിയിക്കുന്നു. ലൈല ഇബ്രാഹിം, ആലുവ. വീട് കിട്ടാനുള്ള ദുആ അൽ മഫാസ് 1-ാം ഭാഗത്തിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുന്ന അനേകം പേർക്ക് അള്ളാഹു വീട് കൊടുക്കുന്നതാണ് അനുഭവം. അള്ളാഹു നൽകി ഈ വീട്ടിൽ പടച്ചവൻ നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. ഉസ്താദ് പറഞ്ഞു തന്ന ദുആ അതേപോലെ അനുഷ്ഠിച്ചപ്പോൾ എൻ്റെ സഹോദരിയുടെ വിവാഹം പറഞ്ഞുറപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. സൗമ്യ, വെമ്പായം, സെൽമത്ത്, കണമംഗലം. അൽഹംദുലില്ലാഹ്, ഏറെ നാളായി പരിശ്രമിച്ചിരുന്ന മുടങ്ങിക്കിടന്നിരുന്ന വിവാഹം അള്ളാഹു ഈ ദുആയിലൂടെ സാധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അൽ മഫാസ് 4-ാം ഭാഗത്തിൽ വിവാഹത്തിൻ്റെ ദുആക്കൾ കൊടുത്തിട്ടുണ്ട്. 5 നേരം കൃത്യമായി നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ഈ ദുആക്കൾ ചെയ്യുന്നവർക്കെല്ലാം അള്ളാഹു വിവാഹം എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട്. വിവാഹപ്രായമായ എല്ലാ കുട്ടികൾക്കും അള്ളാഹു നല്ല വിവാഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് അറിയിച്ചു തന്ന അള്ളാഹുവിൻ്റെ കലാമോദിയപ്പോൾ എൻ്റെ മകന് വിസയും ജോലിയും ശരിയായി. എൻ്റെ ഗർഭകോശത്തിലുണ്ടായിരുന്ന നൊമ്പരം പൂർണ്ണമായും സുഖപ്പെട്ടു. ഇസ്തിഖാറ നമസ്കരിച്ചപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഹൈറാണെന്ന് അറിയിപ്പും കിട്ടി. ഉസ്താദിനെയും കുടുംബത്തിനെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുബീന, മഞ്ചേശ്വരം. അള്ളാഹുവിൻ്റെ വചനങ്ങൾ മുറുകെ പിടിച്ചപ്പോൾ ഒരു കുടുംബത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കാണുക. അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ശരിയായി. ഇതെല്ലാം കേവലം 30 രൂപ മാത്രം വിലയുള്ള ഒരു പുസ്തകത്തിലെ ദിക്റുകൾ പതിവാക്കിയത് കൊണ്ടാണ്. ഇതിനുവേണ്ടി മന്ത്രവാദികളുടെ അടുക്കലും അല്ലാത്തവരുടെ അടുക്കലും ഒന്നും പോയി ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ ചെലവാക്കുന്നില്ല. സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ പ്രതീക്ഷയർപ്പിച്ച് അവിടുത്തെ വചനങ്ങൾ മുറുകെ പിടിച്ചപ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുകയും പടച്ചു തമ്പുരാൻ്റെ വചനങ്ങൾ ഓതുന്ന പതിവാക്കുന്ന ഒരു പതിവ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൊല്ലം ഹാഫിസിൻ പർദ നൽകുന്ന 2ാം സമ്മാനാർഹമായ ചോദ്യമാണ് അടുത്തത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഖദീജ അബ്ദുറഹ്മാൻ, നെല്ലിക്കാട്ടിരി. ലൗഹുൽ മഹ്ഫൂദ് ആരുടെ കൈവശമാണുള്ളത്? ലൗഹുൽ മഹ്ഫൂദ് സുരക്ഷിത ഫലകം, ജ്ഞാനരേഖ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം പറയാം. അത് നമ്മിൽ പലരും മനസ്സിലാക്കുന്ന പോലെ ഒരു ഭൗതിക വസ്തുവല്ല. അതെന്താണ്, എവിടെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറഞ്ഞുകൂടാ. ബൽഹുവ ഖുർആനുൻ മജീദ് ഫി ലൗഹിം മഹ്ഫൂദ്. അള്ളാഹു പറയുന്നു, പരിശുദ്ധ ഖുർആൻ മുഴുവനും ലൗഹുൽ മഹ്ഫൂദ് എന്നുള്ള ജ്ഞാനരേഖയിൽ നാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നഹു ല ഖുർആനുൻ കരീം ഫി കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. അള്ളാഹു ഒരു ഗ്രന്ഥത്തിൽ ഖുർആൻ മാത്രമല്ല ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പരിശുദ്ധരായ മാലാഖമാർക്കല്ലാതെ മറ്റാർക്കും അതിൽ സ്പർശിക്കുവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ചുരുക്കത്തിൽ ലൗഹുൽ മഹ്ഫൂദ് ഒരു ജ്ഞാനരേഖയാണ്. അതൊരു ഭൗതിക വസ്തുവല്ല. അതിൽ ഈ ലോകത്ത് നടന്നതും നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. മാലാഖമാരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് അതിന് സമീപിക്കാൻ പറ്റുക. ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് അതിൻ്റെ രഹസ്യങ്ങൾ, അതിൻ്റെ വിവരങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്തരം നല്ല ചോദ്യം ചോദിച്ചതിന് സഹോദരിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു സദസ്സിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുന്നിലോ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ എനിക്ക് ടെൻഷനും പരിഭ്രമവും ഉണ്ടാകുന്നു. എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ? ഒരു സഹോദരി, തലശ്ശേരിയിൽ നിന്നും. ധാരാളം ആളുകൾക്കുള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ചെറുപ്പക്കാർക്കൊക്കെയുള്ളൊരു പ്രശ്നമാണിത്. ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, വിയർപ്പുണ്ടാകുക, ശരീരം വിറയ്ക്കുക. അൽ മഫാസ് 10-ാം ഭാഗത്തിൽ ഞാൻ ഇതിനുള്ള ദുആ കൊടുത്തിട്ടുണ്ട്. പല ദുആക്കളുണ്ട്. അക്കൂട്ടത്തിൽ സൂറത്തു ഷംസ്, വശംസി വളുഹാഹ, ഈ സൂറത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് പതിവാക്കി വന്നാൽ ഇത്തരം ടെൻഷനും ബുദ്ധിമുട്ടുകളും മാറുകയും നല്ല സാമർഥ്യവും ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള തൻ്റെടവും ഉണ്ടാകും. ടെൻഷനൊക്കെ മാറിക്കിട്ടും.
അള്ളാഹു മനക്കരുത്തും ധൈര്യവും ആത്മവിശ്വാസവും തന്ന് നമ്മേവരെയും കബൂലാക്കുമാറാകട്ടെ. ഒളു എടുക്കുമ്പോൾ കാൽ കഴുകുവാൻ ഏത് കൈയാണ് ഉപയോഗിക്കേണ്ടത്? ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫിറോസ് ഖാൻ പുനയൂരിൽ നിന്നാണ്. ഒളുവെടുക്കുമ്പോൾ വെള്ളം കൈകൊണ്ട് ഒഴിച്ചാണ് കാല് കഴുകുന്നതെങ്കിൽ വലത്തെ കൈകൊണ്ട് വെള്ളം ഒഴിക്കുകയും ഇടത്തെ കൈകൊണ്ട് കാലുകൾ കഴുകുകയും ചെയ്യുക. അതല്ല പൈപ്പിൽ നിന്നോ ടാപ്പിൽ നിന്നോ വെള്ളം വീഴ്ത്തിയാണ് ഒളുവെടുക്കുന്നതെങ്കിൽ ഏത് കൈകൊണ്ടും കാല് കഴുകാം. ഇന്ന കൈകൊണ്ട് മാത്രമേ ഇന്ന കാൽ കഴുകാവൂ എന്നൊന്നുമില്ല. രണ്ട് കൈകളിൽ ഏതും ഉപയോഗിക്കാം, ഏതുപയോഗിച്ചും കാൽ കഴുകാവുന്നതാണ്. പുരുഷൻ പ്രായപൂർത്തിയാകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 23 വയസ്സ് വരെ നമസ്കരിക്കാത്ത വ്യക്തി എത്ര വർഷത്തെ നമസ്കാരം ഖളാ വീട്ടണം? ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹസീബ് CP എടക്കഴിയൂർ. എടക്കഴിയൂർ കുറേ കാലം ഞാൻ ഓതി താമസിച്ച നാടാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലവും ജനങ്ങളുമാണ് അവിടെയുള്ളത്. ചോദ്യം പ്രസക്തമാണ്. അദ്ദേഹം ചോദിക്കുന്നത് പ്രായപൂർത്തിയുടെ വയസ്സറിയാനല്ല, 23 വർഷം വരെ നമസ്കരിക്കാത്ത ഒരു വ്യക്തി പ്രായപൂർത്തി മുതൽ എത്ര വർഷത്തെ നമസ്കാരം ഖളാ വീട്ടണമെന്നറിയാനാണ്. അൽഹംദുലില്ലാ, ഭയവും പേടിയും ഉണ്ടായതിന് അള്ളാഹുവിന് സ്തുതി. സ്ത്രീകൾ പ്രായപൂർത്തിയാകുന്നത് ആർത്തവം ഉണ്ടാകുന്നതോടുകൂടിയാണ്. അതിനൊരു കൃത്യമായ പ്രായമില്ല. 9 മുതൽ 15 വരെ ഏത് വയസ്സിനിടയിലും അതൊക്കെ സംഭവിക്കാം. ഇതുപോലെ തന്നെ പുരുഷൻ പ്രായപൂർത്തിയാകുന്നതിനും പ്രത്യേക പ്രായമില്ല. ബീജസ്ഖലനം, ബീജം ഉണ്ടാകുന്നത് ഉത്ഭവിച്ച് അത് പുറത്തു വരുന്നത് മുതലാണ് പുരുഷൻ്റെ പ്രായപൂർത്തി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഏത് വയസ്സിലും സംഭവിക്കാം. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ശരീരത്തിലെ ഹോർമോണിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്ത പ്രായത്തിൽ അത് സംഭവിക്കാം. അപ്പോൾ ബീജസങ്കലനത്തിന് പ്രാപ്തി നേടുന്നതോടുകൂടി പ്രായപൂർത്തിയായി. അതുമുതൽ വർഷം കണക്കാക്കി നമസ്കാരം ഖളാ വീട്ടുകയും പടച്ചവനോട് പശ്ചാത്തപിക്കുകയും ചെയ്യുക. അള്ളാഹു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഗൃഹാന്തരീക്ഷത്തിൽ രുചിഭേദത്തിന്റെ നിറവ്, കുടുംബസമേതം ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം ഞങ്ങളുടെ പാചക വിദഗ്ധർ ഒരുക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതിനും അംവാജ് റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ, കൂടാതെ ഡ്രീംസ് ട്രാവൽസ്, ഇൻഫ്രാ റെന്റ് കാർ, അൽമാലിക്ക കമ്പ്യൂട്ടർ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ്, ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഡ്രീംസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. ഖത്തർ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ, ദോഹ എക്സ്പ്രസ് വേ, ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട്, ഖ്വാത്താലം, പേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പങ്കാളിത്തം. കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ, എഞ്ചിനീയറിംഗ്, ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ, അൽ ഏബിൾ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, WLL, ദോഹ, ഖത്തർ. കത്തുകൾ അയച്ച എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പഠനാർഹമായ ധാരാളം ചോദ്യങ്ങൾ ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഇനിയും ഞങ്ങൾക്ക് എഴുതണം. അതുപോലെ മൻസിൽ 6 ഭാഗങ്ങൾ, അൽ മഫാസ് 10 ഭാഗം, നമ്മുടെ ഒരു ദിവസം എന്ന മനോഹരമായ പുസ്തകം, 17 പുസ്തകങ്ങൾ, എല്ലാം 30 രൂപ വീതമാണ് വില. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു മാസത്തെ ഒന്നിച്ച് CD ലഭ്യമാണ്, 200 രൂപയാണ് വില. പുസ്തകത്തിനും CDക്കും പണം അയക്കുന്നവരും കത്തയക്കുന്നവരും അൽ മഫാസ്, ഹൗസ് നമ്പർ 10, അനുഗ്രഹ നഗർ, പൂന്തുറ PO, തിരുവനന്തപുരം 26 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. ഈ എപ്പിസോഡിലെ ഗോൾഡൻ ടവർ AC ഓഡിറ്റോറിയം നൽകുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്ന ചോദ്യം ഈ അബ്ദുൽ ഹമീദ് സേട്ട്, ഫോർട്ട് കൊച്ചിയാണ്. അതുപോലെ കൊല്ലം ഹാഫിസീൻ പർദ ഹൗസ് നൽകുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഖദീജ അബ്ദുറഹ്മാൻ, നെല്ലിക്കാട്ടിരിക്കാണ്. കണ്ണൂർ ഷെരീഫ ട്രാവൽസ് നൽകുന്ന സമ്മാനം റഫ്സ ബാനു, മട്ടന്നൂരിനാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സഹോദരങ്ങളെല്ലാം അൽ മഫാസിൻ്റെ തിരുവനന്തപുരം ഓഫീസുമായി ബന്ധപ്പെട്ട് സമ്മാനം ഉറപ്പാക്കേണ്ടതാണ്.
അൽഹംദുലില്ലാ, ജനലക്ഷങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന വിജ്ഞാനം നൽകുന്ന ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് ജനാബ് KV സുബൈർ ഡ്രീം ഫോൺ കമ്പനിയാണ്, ഖത്തറിലെത്തി വ്യവസായ രംഗത്ത് വിപ്ലവം തന്നെ സൃഷ്ടിച്ച അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പാതയിലുള്ള എല്ലാ തടസ്സങ്ങളും തട്ടി നീക്കി മുന്നോട്ട് പോകാൻ ജഗന്യന്താവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ജനാബ് സിദ്ദീഖ് പുറായിൽ അൽ ഏബിൾ കേബിൾ ആൻഡ് കോൺട്രാക്റ്റിംഗ് കമ്പനി, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിന് സമ്മാനങ്ങൾ നൽകുന്നവർ, പ്രോത്സാഹിപ്പിക്കുന്നവർ, ശ്രവിക്കുന്നവർ എല്ലാവർക്കും തമ്പുരാൻ്റെ ഭാഗത്തു നിന്നും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാ, ഭീമാപ്പള്ളി ഭീമാ മാഹിൻ ബുക്ക് സ്റ്റാൾ, നെടുമങ്ങാട് സഫ ഗാർമെൻറ്റ്സ്, കൊല്ലം പള്ളിമുക്ക് അൽമാസ് ബുക്ക് സ്റ്റാൾ, കൊല്ലം ചിന്നക്കട ഹാഫിസീൻ പർദ ഹൗസ്, കരുനാഗപ്പള്ളി അൽ ഫുർഖാൻ ബുക്ക് ഹൗസ്, ഇവിടങ്ങളിലെല്ലാം അൽ മഫാസിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഒറിജിനൽ ലഭിക്കുന്നതാണ്. ഈ ഭാഗങ്ങളിലുള്ളവർ ഈ കടകളിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ജീവനിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.